ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പത്തിരിയുടെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിയുടെ അളവനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പൊടി എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. മതി. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പൊടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ചപ്പോൾ തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാണ്ട് അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഭയങ്കര നനവാവരുത്, നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു നനവിൽ വേണം നമുക്ക് പൊടി കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ പൊടിയുടെ ഇതനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ എനിക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം മതിയാവും ഒരു ഗ്ലാസ് പൊടിക്ക്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ പത്തിരി കുഴച്ചെടുക്കണ പോലത്തെ ഒന്നും ഇത് കുഴച്ചെടുക്കണ്ട, വെറുതെ ഒന്ന് ഇതുപോലെ നമുക്ക് കുഴച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ പത്തിരി നോക്കുമ്പോൾ നന്നായിട്ട് കുറേ നേരം കുഴച്ചെടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ ഒന്നും ചെയ്യണ്ട, ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു ബോൾസ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ബോൾസ് നമ്മളുടെ ഓരോരുത്തരുടെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. വലിയ പത്തിരി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ട് എടുക്കാം. ചെറിയ പത്തിരി വേണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കണം വേണ്ടത്. അപ്പോൾ ഒരു പ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് നന്നായിട്ട് പാൻ ചൂടായിരിക്കുന്നുണ്ട്. ആ പാനിലോട്ട് നേരിട്ട് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ വേറെ പൊടികളൊന്നും ആക്കി കൊടുക്കണില്ല. നേരിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയുമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.